ഡോക്ടർ മോഹൻ വർഗീസ്, കേരളത്തിൽ ഒരു മുൻ മുഖ്യമന്ത്രിക്കും ഒരു പ്രതിപക്ഷ നേതാവിനും നേരിടേണ്ടി വരാത്ത പ്രതിസന്ധികളാണ് ഇപ്പോൾ പിണറായി വിജയൻ അഭിമുഖീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങൾ, രാഷ്ട്രീയ കൊലപാതക കേസിലെ പ്രതികൾ വീണ്ടും കുരുക്കിലാകുന്നു. ഇപ്പോഴിതാ സ്വന്തം വീട്ടിൽ ED റെയ്ഡും നടത്തി. പിണറായി ഭരണത്തിൽ നിന്ന് ഇറങ്ങാൻ കാത്തു നിൽക്കുകയായിരുന്നു ED. പിണറായി വിജയന് നേരെ സംഭവിച്ച ED റെയ്ഡിൻ്റെ ടൈമിംഗ് ഇതാണല്ലോ വലിയ ഒരു സംസാര വിഷയം ആയിരിക്കുന്നത്. നോക്കൂ, ശ്രീ VD സതീശൻ പുതിയ മുഖ്യമന്ത്രി ഡൽഹി സന്ദർശിക്കുന്നു, പ്രധാനമന്ത്രിയെ കാണുന്നു, തിരിച്ചെത്തുന്നു. ആ സമയം തന്നെ ഇവിടെ ED റെയ്ഡ് നടക്കുകയാണ്. ദാറ്റ് ഈസ് വൺ ഡയമെൻഷൻ. അത് വസ്തുതയാണ്. ഇത് തമ്മിൽ കോറിലേഷൻ ഉണ്ടോ എന്ന് പിന്നീട് സ്ഥിരീകരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ CPM ഹാൻഡിലുകൾ അല്ലെങ്കിൽ CPMൻ്റെ ഉന്നത നേതാക്കൾ തന്നെ ഉടനടി തന്നെ കൺക്ലൂഷനിലെത്തുകയാണ്, ദിസ് ഈസ് എ ഡീൽ ബിറ്റ്വീൻ കോൺഗ്രസ് ആൻഡ് BJP. അപ്പോൾ കോൺഗ്രസ് CPM BJP ഡീലുണ്ട് എന്ന് ആരോപിച്ചത് നേരെ തിരിച്ചു വെക്കുകയാണ്. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ട് CPMനെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു നാടകം എന്ന നിലയിലാണ്, ഒരു തന്ത്രം എന്ന നിലയിലാണ് CPM അവതരിപ്പിക്കുന്നത്. അതാണ് ഒരു ഡയമെൻഷൻ. നോക്കൂ, മുൻ മുഖ്യമന്ത്രിമാർ ആരും നേരിട്ടിട്ടില്ല. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിമാർക്ക് ആർക്കും തന്നെ ED റെയ്ഡ് നേരിടേണ്ടി വന്നിട്ടില്ല. ബംഗാളിൽ സംഭവിച്ചിട്ടുണ്ട്, മറ്റ് പല സംസ്ഥാനങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ തന്നെ ഉന്നത നേതാക്കൾക്ക് നേരെ ED റെയ്ഡ് നടന്നിട്ടുണ്ട്, കർണാടകയിൽ നടന്നിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ ഒരു വശത്ത് ഈ ഇന്ത്യ മുന്നണിയിലെ, ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയിലെ അല്ലെങ്കിൽ അവശിഷ്ട ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ, അല്ലെങ്കിൽ മുൻപ് പുറത്തുപോയ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്കെല്ലാം എതിരെ നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? വൈ പിണറായി വിജയൻ ആൻഡ് വൈ ദിസ് പോയിന്റ് ഓഫ് ടൈം? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് ഇപ്പോൾ എന്ന് ചോദിച്ചാൽ അതിനുള്ള നിയമപരമായ ഒരു ഉത്തരം ഒരുപക്ഷെ EDക്ക് നൽകാൻ കഴിയും. EDയുടെ റെയ്ഡുകൾ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശശിധരൻ കർത്തായുടെ കമ്പനി, അതായത് CMRL, കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് കമ്പനി കൊടുത്തിരുന്ന ഹർജിയിൽ ഒരു സ്റ്റേ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ED റെയ്ഡിന് സ്റ്റേ വേണം എന്ന് പറഞ്ഞുകൊണ്ട് സിംഗിൾ ബെഞ്ചിൽ പരിഗണിക്കപ്പെട്ട ഹർജി തള്ളിപ്പോയി. നോ സ്റ്റേ എന്നാണ് സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജ് പറഞ്ഞത്. അപ്പോൾ അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോകണമെങ്കിൽ അതിന് നിശ്ചിത സമയം വേണം, 2 ദിവസം സമയമെങ്കിലും വേണം, 2 ആഴ്ച സമയമാണ് അവർ ചോദിച്ചത്. അപ്പോൾ അവധി വരികയാണ്, ബക്രീദിൻ്റെ അവധി വരികയാണ്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അവധി വരുന്നതിൻ്റെ ഒരു സൗകര്യം പരിഗണിച്ചുകൊണ്ട് ഉടനടി നിയമപരമായി നീങ്ങാൻ CMRLനാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്നാൽ ഇതാ ആ സമയം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ കൃത്യമായ ഒരു ടൈമിങ്ങിൽ എത്തിച്ചേരാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞു. ഇത് അന്വേഷണ ഏജൻസികളുടെ മാത്രം തീരുമാനമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിന് പിന്നിലൊരു ഡിസിഷനുണ്ട്, അതിന് പിന്നിലൊരു റിസോൾവ് ഉണ്ട്, അതിന് പിന്നിലൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കറുടെ സ്വാധീനമുണ്ട്. തീർച്ചയായും കേന്ദ്ര സർക്കാരാണ്, അതിന് സംസ്ഥാന സർക്കാരിനെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വെടിക്ക് 2 പക്ഷി എന്നതാണ്. CPMനെയും കോൺഗ്രസിനെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കാൻ BJPക്ക് ഇവിടെ കഴിയുന്നു. അതെങ്ങനെയാണെന്ന് നോക്കിയാൽ, ഇവിടെ പരസ്പരം കടിച്ചു കിടക്കുള്ളൂ. BJP ബാന്ധവം ആരാരോപിച്ചാലും അത് BJPക്ക് ഗുണകരമായി വരത്തക്ക രീതിയിലാണ് ഇപ്പോൾ സംഭവങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിനെയും വെട്ടിലാക്കി, CPMനെയും വെട്ടിലാക്കി. കോൺഗ്രസിനെ എങ്ങനെയാണ് വെട്ടിലാക്കുന്നത്? കോൺഗ്രസിനൊന്നും മറുത്ത് പറയാനാവില്ല. ശ്രീ പിണറായി വിജയനെതിരെ എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതുമായി ചേർത്ത് വായിക്കുമ്പോൾ ഇതാ തങ്ങൾ അന്വേഷണം നടത്തിയിരിക്കുന്നു എന്ന് മോദിക്ക് പറയുകയും ചെയ്യാം. അപ്പോൾ കോൺഗ്രസിൻ്റെ ആരോപണത്തിന് മറുപടി കൊടുത്തിരിക്കുന്നു, തങ്ങൾക്ക് മുഖപക്ഷമില്ല. ആരാണെങ്കിലും തങ്ങൾ അന്വേഷണം നടക്കും, എത്ര ഉന്നതനാണെങ്കിലും തങ്ങൾ അന്വേഷണം നടക്കും. കോടതിയുടെ സ്റ്റേ ഉണ്ടായിരുന്നുകൊണ്ട് തങ്ങൾ അന്വേഷിച്ചില്ല, ഇപ്പോഴിതാ സ്റ്റേ മാറിയിരിക്കുന്നു, ഇതാ അന്വേഷണം നടത്തിയിരിക്കുന്നു എന്ന് പറയാം. കോൺഗ്രസിന് നേതാക്കളെ വേട്ടയാടിയപ്പോൾ കാര്യമായ ചെറുത്തുനിൽപ്പ് കോൺഗ്രസിൽ നിന്നുണ്ടായല്ലോ. അപ്പോൾ പിന്നെ CPMൻ്റെ ഒരു നേതാവിനെ വേട്ടയാടുമ്പോൾ എങ്ങനെ BJP അനുകൂല, കേന്ദ്ര സർക്കാർ അനുകൂല, ED അനുകൂല നിലപാടെടുക്കും? അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് മൗനം പാലിക്കേണ്ടി വന്നു. നിയമത്തിൻ്റെ വഴിയെ പോകട്ടെ എന്ന ഒരു ഒഴുക്കൻ മട്ടിൽ പ്രതികരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പ്രതികരിച്ചത്. രമേശ് ചെന്നിത്തലയുടെ പേര് ഉൾപ്പെടെ വ്യംഗ്യമായി ഇതിലുണ്ട് എന്നാണ്. CMRL നിന്നും
ED കണ്ടെടുത്ത രേഖകളിൽ, ഡയറിയിൽ ഒരു RC കാണുന്നു. അത് രമേശ് ചെന്നിത്തല ആണോ എന്നതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട്. ഈ സംശയം വളരെ ഉച്ചത്തിൽ കഴിഞ്ഞ ദിവസം CPM-ന്റെ നേതാക്കൾ, വലിയ നേതാക്കൾ തന്നെ പരസ്യമായ മാധ്യമങ്ങളുടെ മുന്നിൽ പങ്കുവച്ചതും നമ്മൾ കണ്ടു. അതുകൊണ്ട് എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഈ ടൈമിംഗ് ED-യെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ടൈമിംഗാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ പോയിന്റ് അവിടെ സ്കോർ ചെയ്യാനുള്ള ഒന്നാം തരം അവസരവും ആശയക്കുഴപ്പം പ്രതിപക്ഷ നിരകളിൽ, അതായത് കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്ന CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ നിരകളിൽ വൻപൻ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും പരസ്പരം കോൺഗ്രസും CPM-ഉം തമ്മിൽ കടിച്ചു കയറാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനും എല്ലാം തന്നെ വഴിവെക്കുന്നു. അതുമാത്രമല്ല, അതോടൊപ്പം നടന്ന അരങ്ങേറിയ അക്രമ സംഭവങ്ങൾ, ED-യുടെ വാഹനം ആക്രമിച്ചു, ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിൻ്റെ കൺമുമ്പിലാണ്. സംസ്ഥാന സർക്കാർ DGP ലെവലിൽ സംസ്ഥാന സർക്കാർ ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്. ഗവർണർ ഇടപെടും. അപ്പം പുതിയ സംസ്ഥാന സർക്കാരിന് ഒരുപിടി പ്രശ്നങ്ങൾ സമ്മാനിക്കാൻ ED റെയ്ഡ് സഹായകരമായി എന്നുകൂടി പറയണം. അതുകൊണ്ട് അത്യുഗ്രൻ ടൈമിംഗ്, സ്ട്രാറ്റജിക്കലി ഇതിന് ചുക്കാൻ പിടിക്കുന്നത് കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് അവർക്ക് നിശ്ചയിക്കാമല്ലോ ടൈമിംഗ്. അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇവിടെ ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നാണ് CPM എക്കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പിണറായിയുടെ വീട്ടിൽ ED എത്തിയപ്പോൾ CPM നേതാക്കൾ പ്രതിഷേധവുമായി എത്തുന്നു. പ്രവർത്തകർ CRPF ജവാന്മാർക്ക് നേരെ കുപ്പിയെറിയുന്നു. ED ഉദ്യോഗസ്ഥരുടെ കാറിന്റെ ചില്ല് തകർക്കുന്നു. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ട എന്ന് പറഞ്ഞിരുന്ന പിണറായി വിജയനെതിരെ അന്വേഷണം വരുമ്പോൾ എന്തിനാണ് പാർട്ടിക്കാർക്ക് ഹാലിളകുന്നത്? പിണറായിയുടെ മടിയിൽ കനമുണ്ടോ? മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു പഴഞ്ചൊല്ല്, അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് മടിശീല കനത്തവനോടൊപ്പമേ ആൾക്കാരുണ്ടാകൂ, അവരോടൊപ്പമേ പാർട്ടി ഉണ്ടാകൂ, പണം എവിടെയുണ്ടോ അവിടെ അധികാരമുണ്ടാവൂ, അധികാരത്തോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ ഭാവി സാധ്യതകളോടൊപ്പം നിൽക്കാൻ അണികൾ തയ്യാറാകും. ഇപ്പോൾ പ്രത്യയശാസ്ത്രപരമായി ഒരു ബ്ലൈൻഡിങ് ഒരു വശത്ത് CPM-ൻ്റെ അണികളിൽ നടക്കുന്നു. ഇത് ശുദ്ധമായ കമ്മ്യൂണിസമാണ്, ഇത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമാണ്, അല്ലെങ്കിൽ വർഗീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാണ്, അല്ലെങ്കിൽ വർഗീയ ശക്തികളെ തടവിലായിരിക്കുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ, അവർക്കെതിരെയുള്ള പോരാട്ടമാണ് എന്ന് ആണികൾ കുറച്ചുപേരെങ്കിലും അന്ധമായി വിശ്വസിക്കുന്നു. അതൊരു കാര്യം. രണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഒരിക്കലും തെറ്റു പറ്റില്ല. ED അന്വേഷണം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ, പിണറായിയെ പോലെ ഉന്നതനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെതിരെ, ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിനെതിരെ വരുമ്പോൾ അതിൽ ദുഷ്ടലാക്ക് മാത്രമേ കാണാവൂ എന്ന് ആദ്യം മുതൽ തന്നെ പഠിപ്പിച്ച, അതാണ് പഠനം. CPM-ലെയൊക്കെ പഠനമെന്ന് പറയുന്നത് സൈദ്ധാന്തികമായ കാര്യങ്ങളൊക്കെ നേതാക്കൾ ഇങ്ങനെ പറയുമെങ്കിൽ പോലും നേതാക്കൾക്ക് തെറ്റു പറ്റില്ല എന്ന ഒരു വിശ്വാസം അണികളിൽ രൂഢമൂലമാണ്. അപ്പോൾ അവർ തെരുവിലിറങ്ങുന്നു. അതായത് രണ്ടാമത്തെ കാറ്റഗറി ഓഫ് CPM കാഡർ. പക്ഷെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, രാജാവിനേക്കാൾ രാജഭക്തി കാട്ടുന്ന മറ്റൊരു കൂട്ടർ. അവരാണ് യഥാർത്ഥത്തിൽ ഈ അക്രമ സംഭവങ്ങളിലേക്കൊക്കെ നീങ്ങുന്നത്. അവർ വിസിബിലിറ്റിക്ക് വേണ്ടി പാർട്ടി നേതാക്കളുടെ ഇടയിൽ കൊല്ലാനും തല്ലാനും ഈവൻ ചാകാൻ വരെ തയ്യാറായി ഏത് അക്രമ പ്രവൃത്തിക്ക് വേണമെങ്കിലും നീങ്ങും. പാർട്ടി തങ്ങളെ സംരക്ഷിച്ചുകൊള്ളും. അതാണല്ലോ ചരിത്രം. തങ്ങൾ ഏത് അക്രമത്തിൽ പങ്കെടുത്താലും ശരി പാർട്ടി തങ്ങളെ സംരക്ഷിക്കും. തങ്ങളിനി മരണപ്പെട്ടാലും ശരി പാർട്ടി തങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കും. ഇത് ചരിത്രപരമായി തെളിഞ്ഞിട്ടുള്ളൊരു കാര്യവുമാണ്. അത് നൽകുന്നൊരു വിശ്വാസ്യത, അതുകൊണ്ട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു സാധ്യതയാണ്. ഇങ്ങനെ പല കാറ്റഗറിയിൽ നിൽക്കുന്നു CPM-ൻ്റെ അണികൾ. അവരെ സംഘടിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ നടന്ന ED റെയ്ഡ്, പിണറായി വിജയനെതിരെ എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല, വീണ തൈക്കണ്ടി എന്ന പിണറായി വിജയൻ്റെ പുത്രി താമസിക്കുന്ന ഇടത്ത് തന്നെയാണ് പിണറായി വിജയനും താമസിക്കുന്നത്. അല്ലെങ്കിൽ പിണറായി വിജയൻ ഏതാണ്ട് 3 ലക്ഷത്തോളം രൂപ മാസവാടകയുള്ള വലിയൊരു ആഡംബര സൗധം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, ബേക്കറി ജംഗ്ഷന് സമീപം, തിരുവനന്തപുരം പാളയത്തിനടുത്ത്. അപ്പോൾ ആ ഒരു ഭവനത്തിൽ വീണ തൈക്കണ്ടിയുടെ ശാരീരിക സാന്നിധ്യം ഉണ്ടാകും എന്നതുകൊണ്ടാണ് ഒരു പക്ഷേ റെയ്ഡ് നടത്തിയത്. അത് CBIയുടെ ന്യായീകരണം. അത് പിണറായി വിജയനെതിരെയുള്ള, പാർട്ടിക്കെതിരെയുള്ള ഒരു അന്വേഷണമായി, പാർട്ടിയെ ബുദ്ധിമുട്ടിക്കാനുള്ളൊരു നീക്കമായി വിശകലനം ചെയ്യപ്പെടും എന്ന് അറിയാത്തവരല്ല CPM-ൻ്റെ നേതാക്കൾ.
അത് അണികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല. അവരുടെ കൺമുമ്പിലാണല്ലോ ഈ റെയ്ഡ് നടക്കുന്നത്. അല്ലെങ്കിൽ 6-7 മണിക്കൂർ നീണ്ടു നിന്ന റെയ്ഡ് നടന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് ഒരു 2:30-3 മണി വരെ നീണ്ടു നിന്ന വലിയ ഒരു പ്രോസസ്സായിരുന്നു ഈ റെയ്ഡ്. അപ്പോൾ അണികൾ വൻതോതിൽ കൂടി നിന്നു. അവർ ബലപ്രയോഗം നടത്തി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിലാണ് CPMൻ്റെ അണികൾ. ഇവിടെ നുഴഞ്ഞു കയറിയവരാണെന്നൊന്നും പറയാനാവില്ലല്ലോ. ഈ 300 പേർക്കെതിരെയാണ് ഇപ്പോൾ കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. 5 പേര് പിടിയിലായിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും പാർട്ടി ബന്ധമില്ലാത്ത അന്യർ, ഹോളിഗൻ എലമെൻറ്റ്സ്, ലംബൻ എലമെൻറ്റ്സ് ഇതിനുള്ളിൽ കടന്നു കയറി എന്ന് ആരോപിക്കാനാവില്ലല്ലോ. അത് തൊഴിലായും പറയാമെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ട് എന്നാണ് EDയുടെ പ്രാഥമികമായ ഒരു നിഗമനം. റെയ്ഡ് ഉണ്ടായാൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? കായികമായി തന്നെ നേരിടുക, തെരുവിൽ നേരിടുക. അതിനെ കോടതിയിലല്ല, EDയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കോടതിയിലാണോ നേരിടേണ്ടത്, അതോ തെരുവിലാണോ നേരിടേണ്ടത്? നിയമപരമായി നേരിടുക എന്നതാണോ, അതോ രാഷ്ട്രീയമായി നേരിടുക എന്നതാണോ? ഇനി രാഷ്ട്രീയമായി നേരിടുക എന്നതിനർത്ഥം തെരുവിൽ ബലപ്രയോഗത്തിലേക്ക്. EDയോടൊപ്പം എത്ര പേരുണ്ടാകും? കുറച്ച് CRPF ഉദ്യോഗസ്ഥന്മാർ, പിന്നെ ഏതാനും ജീവനക്കാർ, EDയുടെ ഉദ്യോഗസ്ഥന്മാർ, ഒഫീഷ്യൽസ്, ഇവരെല്ലാം ചേർന്ന 3 കാറിലാണല്ലോ തിരുവനന്തപുരത്തേക്ക് വന്നത്. ഒരേ സമയത്ത് തന്നെ 12 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു എന്നോർക്കണം. ഈ 12 ഇടങ്ങളിൽ ഇപ്പം ബാംഗ്ലൂരിലെ എക്സാലോജിക്കിൻ്റെ വീണ തൈക്കണ്ടിയുടെ കമ്പനിയാണ് IT സൊല്യൂഷൻസ് ഉള്ള എക്സാലോജിക് കമ്പനിയിൽ അന്വേഷണം നടന്നു. വീണ വിജയൻ്റെ ഭർത്താവ്, പിണറായി വിജയൻ്റെ മരുമകൻ, മുൻ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോടുള്ള വസതിയിൽ റെയ്ഡ് നടന്നു. അന്നേരം റിയാസ് അവിടെ ഉണ്ടായിരുന്നില്ല. റിയാസിൻ്റെ വൃദ്ധരായ മാതാപിതാക്കൾ, അല്ല പിതാവ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുകൂടി ഓർക്കണം. അവിടെ റെയ്ഡ് നടന്നിരിക്കുന്നു. കണ്ണൂരെ പിണറായി വിജയൻ്റെ സ്വന്തം ഭവനത്തിൽ, പിണറായിയിലുള്ള വീട്ടിൽ റെയ്ഡ് നടന്നു. CMRLൻ്റെ ഓഫീസുകളിൽ റെയ്ഡ് നടന്നു. അനുബന്ധ ഓഫീസുകളിൽ റെയ്ഡ് നടന്നു. സമാന്തരമായി ഒരേ സമയത്ത് സിങ്ക്രണൈസ്ഡായി CBI അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ മറ്റ് CRPFിൻ്റെയൊക്കെ സഹായത്തോടു കൂടി റെയ്ഡ് നടത്തി എങ്കിൽ അതിന് കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. കോടതി വിധി ഇങ്ങനെ ആണ് എങ്കിൽ ഉടനടി ആക്ട് ചെയ്യണം. അതിന് സമയവും നേരം ഒക്കെ തന്നെ നേരത്തെ തീരുമാനിച്ചു വച്ചിരുന്നു എന്നതുകൊണ്ട് ആകസ്മികമായി പെട്ടെന്ന് സംഭവിച്ച ഒന്നാണ് എന്നും കരുതാനാവില്ല. അതുകൊണ്ട് പാർട്ടിയും അതേപോലെ തന്നെ മറുവശത്തെ ഒരുങ്ങിയിരുന്നു എന്ന് കാണാം. ഇപ്പം ഡൗൺ ബട്ട് ആൻഡ് ഓൾമോസ്റ്റ് ഔട്ട് ആ നിലയിൽ നിന്നുകൊണ്ട് പാർട്ടിയെ വാലിൽ കുത്തി ഒന്ന് എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ഒന്നാന്തര ശ്രമം എന്ന നിലയിൽ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഭരണപരാജയം, തെരഞ്ഞെടുപ്പ് തോൽവി, ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇപ്പോഴത്തെ EDക്കെതിരെയുള്ള ആക്രമണം, അതിലേക്ക് ശ്രദ്ധ വരുമ്പോൾ, മാധ്യമ ശ്രദ്ധ ഉൾപ്പെടെ വരുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പന്ഥാവ് വെട്ടിത്തുറക്കാൻ കഴിയുകയാണ്. ഇതൊരു ഉർവശി ശാപം ഉപകാരം എന്ന നിലയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു ED റെയ്ഡിനെ കാണുന്നവരും ഉണ്ട്. അവർ പല തലങ്ങളിലായി നിൽക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ വിവിധങ്ങളായ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എല്ലാവരും തന്നെ പിണറായി വിജയന് അനുകൂലമായി കൺവേർജ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദ പിണറായി ഇഫക്റ്റ് വിത്തിൻ ദ പാർട്ടി ഈസ് സ്റ്റിൽ ദെയർ. അത് ഇലക്ട്രലി നല്ലതാണോ? പാർട്ടിക്ക് നന്നാവുമോ? അത് മാത്രമല്ല, അഴിമതി കേസാണ്, ലേശം നാറ്റ കേസാണ് എന്ന് വേണമെങ്കിൽ പറയാം. അഴിമതി കേസിൽ ഒരു രാഷ്ട്രീയ പ്രതികാരം, അഴിമതിക്ക് അല്ലാത്തൊരു കാര്യത്തിൽ രാഷ്ട്രീയ പ്രതികാരം എന്നതാണെങ്കിൽ അന്തസ്സുള്ളൊരു വിഷയമാണ്. ഇത് പണം കട്ടുകൊണ്ടുപോയി ഇൻകം ടാക്സ് വെട്ടിച്ചു, കൈക്കൂലി മാസപ്പടി വാങ്ങി മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്നൊക്കെയുള്ള ആരോപണം നേരിടുമ്പോൾ ആ ആരോപണത്തിന് പിന്നാലെയാണ് ഡിഫൻസിന് വേണ്ടി പോകുന്നത് എങ്കിൽ പാർട്ടി അണികൾക്ക് ആത്യന്തികമായി ഒരുപക്ഷെ പാർട്ടി നേതൃത്വം എങ്ങനെ ക്ലാസ് എടുക്കും? അവസാനം ഇതെല്ലാം അവസാനിച്ചു കഴിയുമ്പോൾ പിണറായി വിജയനും വീണ തൈക്കണ്ടിയും കുറ്റക്കാരാണ് എന്ന് തെളിയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് എന്ത് ഡിഫൻസാണുള്ളത്? അപ്പോൾ പിന്നെ ഈ നീതിന്യായ വ്യവസ്ഥിതിയെയും നമ്മുടെ കേന്ദ്ര ഏജൻസികളെയും ഒക്കെ വെറുതെ ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കാം. ആ ഒരു രാഷ്ട്രീയത്തിലേക്കാണോ നീങ്ങുന്നത്? അതോ കുറച്ചുകൂടി നിയമവാഴ്ചയെ അംഗീകരിച്ചുകൊണ്ട്? തീർച്ചയായും ഞാൻ ഒരു അഭിപ്രായമുള്ള ആളാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും CBIയെയും പല കേന്ദ്ര ഏജൻസികളെയും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പക്ഷെ അതേസമയം നിയമവാഴ്ചയെ ബഹുമാനിക്കുന്നു, റൂൾ ഓഫ് ലോയെ ബഹുമാനിക്കുന്നു,
ആത്യന്തികമായി കോടതികൾ തീരുമാനിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും ഒരു ചിന്ത. അല്ലെങ്കിൽ നമുക്ക് കോടതിയിൽ വിശ്വാസമുള്ളിടത്തോളം കാലം മാത്രമേ നമ്മുടെ ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് പോകാനാവൂ. ഭരണഘടനയിൽ വിശ്വാസമില്ല എങ്കിൽ പിന്നെ രാജ്യമില്ല. അതുകൊണ്ട് ഒരു വയമീഡിയ സ്ട്രൈക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകട്ടെ, നിയമത്തിൻ്റെ പോരാട്ടം ആ വഴി പോകട്ടെ. നിയമ പോരാട്ടത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാതെ തെരുവിലെ പോരാട്ടം എന്ന വഴിയാണ് CPM തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അധികം ഇതിന് മുന്നോട്ട് പോകാനാവില്ല. രാഷ്ട്രീയമായി താൽക്കാലികമായി ചില ഗുണങ്ങൾ ചെയ്യാം CPMന്, അണികളുടെ ആത്മവീര്യം ഉയർത്തി നിർത്താം. ആത്യന്തികമായി CPM താഴേക്കുള്ള പതനത്തിലാണ്. ബംഗാളിൽ സംഭവിച്ചതിന് സമാനമായൊരു പതനം സംഭവിക്കുമോ? അതിനുള്ള തുടക്കമാണോ? അണയാൻ പോകുന്നതിന് മുൻപുള്ള ആളിക്കത്തലാണോ തെരുവിലെ ഈ പ്രക്ഷോഭങ്ങൾ? SFIക്കാരും DYFIക്കാരും, SFIക്കാരൊക്കെ ചെറിയൊരു വിഷയത്തിനാണ്, സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിനാണ് തെരുവിലിറങ്ങി വലിയ ശക്തി പ്രകടനം കാട്ടുന്നത്. KSU SFI സംഘർഷമായി അതിനെ ചിത്രീകരിക്കുന്നു. തങ്ങളും ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാനായി വ്യഗ്രത. ഇത് ആരെ കാണിക്കാനാണ് എന്ന ചോദ്യവും വളരെ ന്യായമാണ്. ഇത് മാധ്യമങ്ങൾ ഈ ചിത്രങ്ങൾ ഒപ്പിയെടുക്കും. അപ്പോൾ തങ്ങൾ പരാജയപ്പെട്ടിരിക്കാം, പക്ഷെ തങ്ങൾ ഇപ്പോഴും തെരുവിൽ ശക്തരാണ് എന്ന് കാണിക്കാനുള്ള ഒരു ലാർജർ ഒപ്റ്റിക്സിൻ്റെ ഭാഗമായി അണികൾ ചെയ്യുന്ന ഈ കാര്യത്തിന് ഒരുപക്ഷെ പാർട്ടി വലിയൊരു വില കൊടുക്കേണ്ടി വരുമോ? വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലേക്കാണ് കേരളം നീങ്ങുന്നത്. ഇവിടെ ശക്തമായ ഇടതുപക്ഷം ഉണ്ടാവണം, ശക്തമായ കോൺഗ്രസ് ഉണ്ടാവണം, ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവണം. അവർ തമ്മിൽ ആരോഗ്യപരമായി മത്സരിച്ച് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ CPM അവസാനിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാവരുത് ഈ വരുന്ന റെയ്ഡുകളെയൊക്കെ പിന്തുണയ്ക്കേണ്ടത്. റെയ്ഡുകളെ, ന്യായമായ കാര്യത്തിലുള്ള റെയ്ഡുകളെ അംഗീകരിക്കുകയും അത് നിയമത്തിൻ്റെ വഴിക്ക് പോവുകയും ചെയ്യുക എന്നതാണ് ന്യായമായ കാര്യം. തെരുവിൽ ഇറങ്ങി അതിനെ പ്രതിഷേധിക്കുന്നതിനേക്കാൾ നല്ലത് നിയമപരമായ പോരാട്ടത്തിലേക്ക് പാർട്ടി വരണം എന്നതാണ് എൻ്റെ വിനീതമായ ചിന്തയും അഭിപ്രായവും.